ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ രാവിലെ തന്നെ ഒരു 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോഴും 6 മണിയായാലൊന്നും നേരാണ്ട് വിളിച്ചാവണമെന്നില്ല കേട്ടോ. അപ്പം ഞാൻ തീയൊക്കെ ഒന്ന് പൂട്ടി വെച്ചതാണ്. നല്ല വേവുള്ള അരി തന്നെയാണ് കേട്ടോ. ഒക്കെ ഒന്ന് പൂട്ടി ഈ അവിടെ മുറ്റൊക്കെ ഒന്ന് ഇടക്കുറ ഭാഗമൊക്കെ ഒന്ന് അടിച്ച് അങ്ങനെ അടുക്കളയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാട്ടാ. അപ്പോഴേക്ക് വെള്ളം കാഞ്ഞപ്പോൾ പിന്നെ അരിയൊക്കെ ഇട്ടിട്ടാ. അപ്പം നമുക്ക് ഇവിടെ വിരുന്നേരുണ്ടല്ലോ, മോള് മോക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൊറോട്ട ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പുട്ട് ചുടണം. പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അതൊന്ന് പൊരിക്കണം കേട്ടോ. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല തണവല്ലേ രാവിലെ. അപ്പം മുറ്റത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ചെവിയും കൂടിയിട്ട് അങ്ങോട്ട് മൂടി കെട്ടുട്ടാ. വന്നത് ഇങ്ങനെ ആയിട്ട് പോയിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ ഈ തീ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ തീ ഇങ്ങനെ കത്തിച്ചിട്ടും പിടിപ്പിച്ചിട്ടും അവിടെ നിന്ന് എണീക്കാൻ തോന്നില്ല കേട്ടാ, ചൂട് കെട്ടുമ്പോൾ. അങ്ങനെ എന്തായാലും പിന്നെ അതും കുറച്ച് വർക്ക് ഏരിയയിൽ സിങ്കിൽ കുറച്ച് ചെമ്പുകളൊക്കെ ഉണ്ടായിരുന്നു, 2-3 അതൊക്കെ കണ്ട് കഴുകലും കാക്കയ്ക്ക് മതിലുമേ ഭക്ഷണം കൊണ്ടുവച്ച് കൊടുക്കലും. അപ്പോഴേക്ക് ചിന്നു വരും കേട്ടോ. ചിന്നു എന്നും ഇപ്പോൾ കുട്ടികളൊക്കെ ആയതിൻ്റെ ശേഷം ഏറി രാവിലെ ആൾക്കാരറിയണേക്കായി മുന്നേ വരും കേട്ടോ. അപ്പം ഞാൻ ഓൾക്ക് തലേദിവസം ബേക്കറിയിൽ നിന്ന് കൊടുന്ന് വെച്ചാൽ എല്ല് എടുത്ത് വയ്ക്കും കേട്ടാ. ഇനി എല്ലില്ല വെച്ചെങ്കിൽ എന്തെങ്കിലും കുറച്ച് മീൻകറി കൂട്ടിയിട്ട് കുറച്ച് ചോറയെങ്കിലും മാറ്റി വയ്ക്കും കേട്ടോ. ഒരു പെറ്റ വയറിൻ്റെ ഒരു വിശപ്പ് ഇപ്പം എനിക്കൊക്കെ അറിയാലോ. അപ്പം ഞാൻ പാവായിന് എടുത്ത് വെച്ചിട്ട് അത് കൊടുക്കും കേട്ടാ. അതൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോകുക കേട്ടാ. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം അത് ഒന്ന് മസാലയൊക്കെ തേച്ചെടുക്കുക കേട്ടാ. അത് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക കേട്ടാ. കോൺഫ്ലവർ, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ ഇട്ടാ ചേർത്തിട്ട് പിന്നെ അത് കുറുങ്ങനെ കലക്കിയിട്ട് അതിൽ ചേർത്ത് വെച്ചെടുക്കുക കേട്ടാ. പിന്നെ നമുക്ക് എപ്പോഴാണ് പറ്റണമെന്ന് വെച്ചെങ്കിൽ അപ്പം അത് കോരിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് പുട്ടും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പൊറോട്ട കഴിക്കാൻ നേരത്തേക്കൊന്ന് ചൂടാക്കണം. അപ്പോൾ രാത്രി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം അതിൽ പിന്നെ ബാക്കി വന്നതാണ്. അപ്പോൾ ചിക്കൻ കറി, ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ, കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പോൾ അതാണ്ട് തിളപ്പിച്ചിട്ട് വെച്ചാൽ പുട്ട് വേണ്ടവർക്ക് പുട്ടിക്ക് കൊടുക്കുക, പൊറോട്ടയ്ക്ക് എടുക്കല. അപ്പം കിച്ചോമ്മ വന്നിട്ടാ. പിന്നെ ഒരേ ഇതിലങ്ങോട്ട് വോയിസ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിങ്ങനെ കട്ടാക്കിയിട്ട് കണ്ട കൊടുക്കുക. ഈ ഇടയ്ക്ക് ഇങ്ങനെ ചുമയൊക്കെ വരുമ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നിറച്ച് വയ്ക്കട്ടെ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കൂട്ടുകാരെല്ലാവരും എത്തിക്കാനൊന്നും അവിടെ എത്താനൊന്നും പറ്റിയില്ല കേട്ടാ. ഞാനിങ്ങനെ കുറേശ്ശെ ആൾക്കാരത്തൊക്കെ ഇങ്ങനെ പോയി കണ്ട് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും എത്തിക്കും. ഞാൻ സാവധാനം എത്താം. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയാണ്. പിന്നെ പെട്ടെന്ന് അസുഖം വന്നപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പണികളും ഒക്കെ അവിടെ കിടന്നിട്ടാ. അപ്പോൾ അതാണ്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഞാനൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ആ പാനാണ്ട് കഴുകിയിട്ട് പിന്നെ ഞാൻ അതിൽ കോളിഫ്ലവർ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ കടിക്ക് പൊറോട്ടയിലേക്ക് വേണമെങ്കിൽ പൊറോട്ടയ്ക്ക് എടുക്കാലോ വെച്ചിട്ട് ഞാൻ വറുത്തത്. അപ്പോൾ ചോറിക്ക് വേണമെങ്കിൽ ചോറിക്ക് എടുക്കാമല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ഇവർക്ക് കുട്ടികൾക്ക് വിരുന്നൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു രീതിയിൽ വറുത്തെടുത്തപ്പോൾ നല്ല ചൂടോടെ തന്നെ നല്ല കട്ടൻ ചായയുടെ കൂടെ തിന്നാൽ പൂതിയില്ല കേട്ടോ. അപ്പോൾ കോളിഫ്ലവറൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വറുത്ത് നോക്കേണ്ട കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഫോണ് നമ്മൾ ഈ ഓരോരുത്തരും വീഡിയോ കാണുന്നതിലിടയ്ക്കാണ് ഇപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. അല്ലാതെ ടി വി ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ടി വി ഒക്കെ പെയിൻറ്റ് പണിയിൽ ഊരി വെച്ചതാണ്. പിന്നെ അത് വെച്ചാലും ടി വി ഒന്നും ആരും കാണില്ല കേട്ടോ. എല്ലാവരും ഫോണുമ്മലല്ലേ. അപ്പോൾ ടി വിയിലില്ലെങ്കിലും നമ്മൾ ഈ ഫോണിൽ ഈ ന്യൂസൊക്കെ ഇങ്ങനെ വരുമ്പോൾ കാണണം കേട്ടോ ഓരോ കാര്യങ്ങൾ. എങ്ങനെയാണ് മനുഷ്യന്മാർ ഇത്ര അധപ്പതിക്കണെന്ന് മനസ്സിലാവണില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ 2-3 മണിയും മണിയുടെ പൊന്നും
പിന്നെ മണിയുടെ മകളും അങ്ങനെ 3 പൂച്ചകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രസവിച്ചിട്ട് കുട്ടികൾ നിറയെ കുട്ടികളൊക്കെ ആയിട്ടും പലരും പറഞ്ഞിട്ടുണ്ട് പൂച്ചക്കുട്ടികളൊക്കെ കുറച്ചെണ്ണത്തിന് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടാക്കിക്കൂടായിരുന്നു. എനിക്ക് പറ്റില്ല കേട്ടോ, ഒരു പൂച്ചക്കുട്ടീനെ അടക്കം കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ പിന്നെ എൻ്റെ മനസ്സിൽ അതന്നെയാവും. ഒരാടുള്ളപ്പോഴും അതെ, ഒരു ആട്ടിൻകുട്ടീനെ കുറച്ച് വലുതായാൽ ഈ കൊറ്റമ്മമാരെയൊക്കെ വിൽക്കുമ്പോൾ ഞാൻ കരയും കേട്ടോ. എനിക്ക് അത്രയും വിഷമം. ഞാൻ അതൊക്കെ നിർത്തിയതേ അതുകൊണ്ടാണ്. എന്തേ ഞാൻ ഇങ്ങനെയായി എന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പം ഒന്ന് രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉണക്കൽ അയില ഉപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ വിശേഷങ്ങൾ പറയുക. അപ്പോൾ രസം ഉണക്കലയില വറുത്തത് പറഞ്ഞിട്ടന്ന് പോരെ ചോറുണ്ണാൻ. പിന്നെ കോളിഫ്ലവർ പൊരിച്ചതും. അപ്പം എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കൂട്ടുകാരിയിട്ടൊന്ന് പങ്കുവയ്ക്കാട്ടാ. അപ്പോൾ ഈ 2 വയസ്സുള്ള കുട്ടീനെ ഈ കിണറ്റിലെറിഞ്ഞ് കൊന്നെന്ന് പറയുക. അതിനെ എങ്ങനെയാണ് അങ്ങോട്ട് എടുത്തു കൊണ്ടുപോയിട്ട് ഈ ജീവുള്ളൊരു പൈതലിനെ കിണറ്റിലിട്ടെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എനിക്ക് എന്താല്ല ഇതിനൊക്കെ പറയുക. ഇവരിഞ്ഞ് കുറച്ച് കാലം ഇങ്ങനെ ജയിലിലൊക്കെ വെച്ചിട്ട് പിന്നെ ജാമ്യത്തിൽ ഇവർ വിടും. ശരിക്കും ഇവരെ നാട്ടുകാർ കൈകാര്യം ചെയ്യണം അല്ലേ, ഇങ്ങനത്തെ ജന്തുക്കളെയൊക്കെ. അതുപോലെ 2 ചെറിയ പെൺകുട്ടികൾ, അതിൻ്റെ അച്ഛനെ, അമ്മേനെ, അച്ഛമ്മേനെ, 3 ആളെ ഒരു വീട്ടിൽ നിന്നാണ്ട് വെട്ടിക്കൊന്നില്ലേ വീട്ടിലുള്ളവരെ. എന്താശനാണ് എന്തൊക്കെ നമ്മൾ കേൾക്കണ്ടില്ലേ. ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് ഒന്നും പറയാൻ പറ്റണില്ല. എന്താ ഇപ്പം ഇതൊക്കെ പറയണെന്നാവും. പക്ഷേ നമ്മൾക്കിത് എന്താണ് ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് ഒന്നും അറിയില്ലല്ലേ. അതുപോലെ 19 ഇപ്പം ഇന്ന് ഞാൻ കണ്ടതാണ്, 19 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ അതിൻ്റെ കാമുകൻ അടിച്ച് 15 മണിക്കൂറട്ടെ ബോധമില്ലാതെ കിടന്നിട്ട് ആ പെൺകുട്ടി മരിച്ചത്. അപ്പോൾ ആ കുട്ടീനെ ആ പയ്യൻ കുറേ കാലമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെന്ന്. അതിൻ്റെ അമ്മേനെ പറയണത് ഒരിക്കൽ മൂക്കിൻ്റെ പാലം പൊട്ടിയിട്ടുണ്ട്, ഒരിക്കൽ ചെവിയുടെ അവിടെ. എന്തിനാണ് ഈ മറ്റുള്ളവരെ അടിയും കുത്തും? ചിലപ്പോൾ നമ്മളെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരു ഈർക്കളെടുത്തിട്ട് പോലും നമ്മൾ ഒരു നോവിക്കില്ലല്ലേ. ആ സ്ഥാനത്ത് വല്ലവരും നമ്മളെ മക്കളെ കൈകാര്യം ചെയ്യാണ് കാലങ്ങളോളായിട്ട്. എന്തിനു വേണ്ടിയിട്ട് ഈ കുട്ടി ആർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ സഹിച്ച്, എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ സഹിച്ച്? പ്രതികരിക്കണം, മക്കൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ. ഈ തെറ്റെന്ന് കണ്ടുകണ്ടെച്ചെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം. നമ്മൾ രക്ഷിതാക്കളായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കണം. അപ്പം നമ്മൾക്ക് വരുന്ന തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ നമ്മളെ മാതാപിതാക്കൾ തന്നെ കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂലേ, ചെയ്യരുതെന്ന്. അപ്പം ഈ അമ്മ പറയുന്നുണ്ട്, ഞാൻ അവളോട് പറഞ്ഞു മോളെ ഇത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞ്. എന്നിട്ടും ആ കുട്ടി എന്തിനു വേണ്ടിയിട്ട് നിനക്ക് ചെയ്ത്? അപ്പോൾ ഇന്ന് ഈ ലോകം മയക്കുമരുന്നിൻ്റെ പിടിയിൽ പെട്ടെന്ന് ഇപ്പം നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ പെൺകുട്ടികളും കരുതിയിരിക്കട്ടാ, എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ചതിക്കുഴിയിൽ വീഴാൻ ഇതാണ്. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കളുടെ ഇതിൽ ജീവിക്കുക, അവരെ പറയുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. മറ്റേ വീഡിയോ നാളെ വരാം. അപ്പോൾ നമ്മളെ സിന്ധു പറഞ്ഞതാണ് നമ്മളെ സിനിമയുടെ ലൂയിനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ സിനിമ ഇട്ടത് ഒരു ഹായ് കൊണ്ട, ഹായ് കൊണ്ടറ, മറ്റൊരു വീഡിയോ ഹായ് കൊണ്ടറ ചക്ക, ഹായ് കൊണ്ടറ. അങ്ങനെ മതി മതി മതിട്ടോ. എന്നെ കാണാൻ വേണ്ടിയിട്ടേ ചോദിച്ചതാണ് കേട്ടോ. മതി 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 പാകത്തിനൊക്കെ ആയിട്ടാ.